السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനനായ അധ്യക്ഷൻ സയ്യിദ് മുബശ്ശിർ തങ്ങൾ ജമലുലൈലി അവർകളെ, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ് മൗലവി, ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് ആഞ്ചേരി, മറ്റു വേദിയിലെ പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികൾ, ഈ ധ്വനി ഡെലിഗേറ്റ്സ് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ആമുഖമായി ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് സൂചന നൽകി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനാ രംഗത്ത് വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജമിയത്തുലുമ അതിൻ്റെ 100-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ വിവിധ പദ്ധതികൾ 1-2 വർഷം മുമ്പ് തന്നെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട സമ്മേളന പ്രചാരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം SKSSFൻ്റെ വളരെ വിപുലമായ ചില പദ്ധതികളുമായിട്ടാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ സംഘടനക്ക് ഇന്നും വലിയ തോതിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ട് എന്ന് വീണ്ടും വെളിപ്പെടുത്തുന്നതായിരുന്നു ജാരിയയുടെ അതിഗംഭീരമായ വിജയം. അതിനുശേഷം നമ്മുടെ വലിയൊരു വിദ്യാർത്ഥി സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത വിധം വളരെ വ്യവസ്ഥാപിതമായി, പ്രത്യേകം മെൻറ്റേഴ്സിൻ്റെ നിയന്ത്രണത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലനം നൽകി പങ്കെടുപ്പിക്കുകയും തുടർന്നും അവരുടെ കർമ്മശേഷിയെ നമ്മുടെ സംഘടനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അഥവാ വളരെ ചലനാത്മകമായ വിധത്തിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘടന അതിൻ്റെ എല്ലാ പരിമിതികളും മറികടന്നുകൊണ്ട് നിരന്തരമായി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെതിരാളികളുണ്ടാകും, വിമർശകരുണ്ടാകും, അസൂയാലുക്കളുണ്ടാകും. അത് പൊതുവെ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നതും കാണേണ്ടതുമാണ്. പലപ്പോഴും എതിർപ്പുകൾ വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തകർ കൂടുതൽ ആവേശഭരിതരാകാറുള്ളത്. എതിർപ്പുകളും വിമർശനങ്ങളും നമുക്ക് കൂടുതൽ കരുത്തു പകരാറുള്ളത്. അത് നമ്മുടെ സഹജമായ ഒരു വൈകാരികമായിട്ടുള്ളൊരു സ്വഭാവം കൂടിയാണ്. ഇപ്പം അടുത്ത കാലത്തൊക്കെ നമ്മുടെ സുപ്രഭാതം ക്യാമ്പയിൻ കടന്നു വരുന്ന സമയത്ത് ആ ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുന്നതോടുകൂടി
പത്രത്തിൽ മുമ്പ് കാലത്ത് വന്ന പരസ്യങ്ങളും വാർത്തകളും ലേഖനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ആദ്യമേ പ്രഖ്യാപിക്കും, ഞാൻ സുപ്രഭാതം നിർത്തി, ഞാൻ വരിക്കാരനാവുന്നില്ല, ഞാൻ ഇനി സുപ്രഭാതം വരുത്തില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കും. അപ്പം നമ്മൾ ഏതാണ് ഈ വരിസംഖ്യ നിർത്തി വരിക്കാരനാകാത്ത ഈ വരിക്കാരൻ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ആ മനുഷ്യൻ ജീവിതത്തിൽ ഈ പത്രം വരുത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന രീതിയിൽ ഓരോ വർഷവും വളരെ ആവേശത്തോടു കൂടി അതിനിറങ്ങിത്തിരിക്കും. തൊട്ടു മുമ്പുള്ള വർഷത്തേക്കാൾ കൂടുതൽ കോപ്പികളുമായിട്ട് നമ്മുടെ പത്രം മുന്നോട്ട് പോകാറാണ് പതിവ്. ഈ വർഷവും ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. സത്യത്തിൽ ഒരു നനഞ്ഞ ക്യാമ്പയിനാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. ജില്ലാ തലങ്ങളിലൊക്കെ ജില്ലാ കൺവെൻഷനുകൾ നടക്കുന്നു. ആരും ആക്ഷേപങ്ങളുമില്ല, വിമർശനങ്ങളുമില്ല, പരാതികളുമില്ല. അപ്പോൾ വളരെ ഒരു തണുപ്പൻ പ്രതികരണം. അങ്ങനെ ആരും, നമ്മൾ പൊതുവെ അലസന്മാരാണ്, മടിയന്മാരാണ്, എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയാൽ മാത്രമേ നമ്മൾ ചൂടാവുള്ളൂ. നമ്മുടെ ഒരു സ്വഭാവം അതാണല്ലോ. അപ്പം ഈ വർഷത്തെ ക്യാമ്പയിൻ ചൂടാക്കാൻ എന്താണ് വഴി എന്ന് നമ്മുടെ നേതാക്കൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവസ്മാരിളകി. ഇപ്പം ആവേശപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം, ഞങ്ങളെ മഹലിൽ 50 അത് ഈ വർഷം 100 ചേർക്കും. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തൊരു മഹലിൽ അവിടുത്തെ കുറച്ച് ആളുകൾ കൂടി മദ്രസ കമ്മിറ്റി യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, മദ്രസയിലെ മുഅല്ലിങ്ങളെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അവർ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ വിഷയങ്ങളൊക്കെ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുക, അല്ലാതെ പത്രത്തിന് വരിക്കാരെ ചേർക്കലൊന്നുമല്ല ഇവരുടെ ജോലി. വളരെ അക്കാഡമിക്കലായിട്ട് സംസാരിച്ചുകൊണ്ട് അധ്യാപകരൊക്കെ മദ്രസ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മദ്രസ കമ്മിറ്റിയുടെ തീരുമാനമാണ് അറിയിക്കുന്നത്, നിങ്ങൾ പത്രത്തിന് വരിക്കാരെ ചേർക്കാനൊന്നും പാടില്ല, നിങ്ങളിവിടെ നിയമിച്ചിട്ടുള്ളത് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മിറ്റി അങ്ങനെ പറഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് നിർവാഹമില്ല. അപ്പം അവർ വളരെ വേദനയോടുകൂടി നമ്മുടെ അവിടുത്തെ സംഘടനാ പ്രവർത്തകരെ നേതാക്കളൊക്കെ അറിയിച്ചു, ഇങ്ങനെ മദ്രസ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക. അപ്പം ഈ പറഞ്ഞ ഒറ്റ കാരണത്താൽ ഇന്ന് വരെ അവിടെ സുപ്രഭാതം വരിക്കാരെ ചേർക്കാൻ ഇറങ്ങാത്ത നമ്മുടെ സംഘടനാ പ്രവർത്തകർ വിപുലമായ ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി. അവർ നേരിട്ട് വീടുകൾ കയറാൻ തുടങ്ങി. ഒരു മദ്രസ പരിധിയിൽ 30-35 വരിക്കാർ മാത്രമുണ്ടായിരുന്ന ആ മദ്രസ പരിധിയിൽ ഇന്നലെ രാത്രി മാത്രം 40 വാർഷിക വരിക്കാരെ ചേർത്തു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. ഞാനിത് പറയാനുള്ള കാരണം, നമുക്ക് സമസ്തക്കെതിരെ, SKSF-നെതിരെ, നമ്മുടെ സംഘടനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക്, എതിർപ്പുകൾ വരുമ്പോഴേക്ക്, വിമർശകർ വരുമ്പോഴേക്ക്, എന്താ സമസ്തൻ എങ്ങനെ ആക്ഷേപിക്കുന്നത്, വല്ലാത്ത മോശമായി പോയി എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. ആ വിമർശനം കൂടി ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പം അതുകൊണ്ട് ഈ സംഘടനക്കെതിരെ അതിൻ്റെ എതിർപക്ഷത്തെ ആളുകൾ ഉണ്ടാവുക, വിമർശനം നേരിടുക, ആക്ഷേപം ഉന്നയിക്കുക എന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സംഗതിയാണ്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അതിന് സോവനീറുകളും മറ്റു പഴയ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ 2 സുഹൃത്തുക്കൾ, സമസ്തയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന PV മുഹമ്മദ് മൗലവിയുടെ മകൻ ഇന്ന് കോഴിക്കോട് മുഖദാറിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സർക്കാർ സർവീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ വിശ്രമത്തിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ പ്രവർത്തകർ പോയി ചോദിച്ചു, വാപ്പാൻ്റെ എന്തെങ്കിലും പഴയ പുസ്തകങ്ങളോ രേഖകളോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടോ? ഞങ്ങളിങ്ങനെ സമസ്തയുടെ 100ാം വാർഷികമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കുറേ രേഖകൾ സംഘടിപ്പിക്കുന്നൊരു പണിയിലാണ്. അപ്പം അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി വളരെ ബഹുമാനപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു പെട്ടി എടുത്തിട്ട് കൊടുത്തു വരെ കയ്യിൽ, നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ പരിശോധിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അതിലുണ്ട് 1955 കോഴിക്കോട്ടെ
ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ മഹാനായ ഷംസുൽ ഉലമക്കെതിരെ ഇറക്കിയിട്ടുള്ള ഒരു നോട്ടീസ് കിട്ടി. ആ നോട്ടീസിലെ വാചകങ്ങൾ ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ ആ നോട്ടീസിലെ വാചകങ്ങൾ മുഴുവനും ഇന്ന് മഹാനായ സമസ്ത പ്രസിഡന്റ് ജിഫി മുത്തുക്കോയത്തങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാചകങ്ങളാണ്. നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ കൂടി, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടി, നിങ്ങൾ എന്താണ് നിങ്ങളെ പരിപാടി, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ്. കോഴിക്കോട്ട് ഇറങ്ങിയ നോട്ടീസാണ്. അപ്പൊ അന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളില്ല, സോഷ്യൽ മീഡിയ ഇല്ല, മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളില്ല. അന്ന് ആകെ ചെയ്യാൻ പറ്റുന്നത് ചെറിയ ലഘുലേഖ ഇറക്കുക, പുസ്തകം പ്രിന്റ് ചെയ്യുക, ലഘുലേഖ നോട്ടീസ് ഇറക്കുക, എന്നിട്ടത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുക. ഇതേ അന്നൊരു മാധ്യമമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ അതിന് സമസ്തയോളം പഴക്കമുണ്ട്. അതുകൊണ്ട് സമസ്ത ചർച്ച ചെയ്യപ്പെടുന്നു, സമസ്തയുടെ പ്രവർത്തനങ്ങൾ വിവാദമാക്കപ്പെടുന്നു, അതിന് എതിർപ്പുകൾ വരുന്നു എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട അജണ്ടയായി ഏറ്റെടുക്കേണ്ട കാര്യമേ ഇല്ല. അത് സ്വാഭാവികമായി അതിൻ്റെ വഴികളിലേ നടന്നു പോകും. നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ മാതൃസംഘടന എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്, ആ ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകം എന്ന രീതിയിൽ SKSFന്റെ പ്രവർത്തകന്മാരായ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ദഅ്വാ പ്രവർത്തനം നടത്താനും, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താനും, മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും, വളർന്നു വരുന്ന പുതിയ തലമുറയെ സംഘടനയിലേക്ക്, ദീനിലേക്ക്, ദീനിന്റെ സംസ്കാരത്തിലേക്ക് ആകർഷിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കുക എന്നുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 വർഷക്കാലം ഇവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു സമീപനം, മതപരമായി, ആദർശപരമായി ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് വളരാനും പരിശീലിപ്പിക്കാനും ആ അർത്ഥത്തിൽ തർബിയത്ത് നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതവിശ്വാസികൾ, ഭൗതിക വിശ്വാസികൾ, നിരീശ്വരവാദികൾ, ദൈവവിശ്വാസികൾ എല്ലാം അടങ്ങിയൊരു സമൂഹത്തിലാണ് നാം നമ്മുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ അവരുമായി ഇടപഴകി ജീവിക്കുന്നൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ പ്രഭാഷണം കാരണം, നമ്മുടെ എഴുത്ത് കാരണം, നമ്മുടെ പെരുമാറ്റം കാരണം, നമ്മളുമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ പരിശുദ്ധമായ ദീൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനെന്ത് വേണം? നാം വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും, സമൂഹത്തിൽ നിരന്തരം ഇടപഴകുന്നവരാണെങ്കിലും, സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്നവരാണെങ്കിലും, BVIPകൾക്കിടയിൽ ഇടപെടുന്നവരാണെങ്കിലൊക്കെ നമ്മളിലൂടെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതിനാദ്യം വേണ്ടത് ഞാനും നിങ്ങളും പരമാവധി ഒരു ഇസ്ലാമിൻ്റെ റോൾ മോഡലായി മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയാണ്. ഒരു യഥാർത്ഥ സംഘാടകൻ, ഒരു സംഘടനാ പ്രവർത്തകൻ അടിസ്ഥാനപരമായി കൈവരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നൈപുണ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു മാതൃകാ സംഘാടകനായിട്ട് മാറുക. നമ്മുടെ ശാഖാതലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശാഖയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അവിടുത്തെ പ്രധാനപ്പെട്ട SKSFന്റെ പ്രവർത്തകന്മാർ, അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് പറയാൻ കഴിയണം, അവൻ വിളിക്കുന്ന യോഗത്തിലേക്ക് എൻ്റെ മോൻ പോയിക്കോ, അവൻ സംഘടിപ്പിക്കപ്പെടുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ മക്കളെ നമ്മോട് കൂട്ടി അയക്കുന്നൊരു സ്വഭാവത്തിലേക്ക് രക്ഷിതാക്കൾ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരണം. ഇന്ന് മാതാപിതാക്കൾ അറിയുന്നതിനേക്കാൾ അപ്പുറം, അധ്യാപകർ അറിയുന്നതിനേക്കാൾ അപ്പുറം, പൊതുപ്രവർത്തകർ അറിയുന്നതിനേക്കാൾ അപ്പുറം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അറിവ് അവർക്കുണ്ട്, ബുദ്ധിയുണ്ട്, അതിനുള്ള സൂത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവരുടെ കൈവശം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സർവമാന മാറ്റങ്ങളെയും അനുനിമിഷം പകർത്തിയെടുത്തുകൊണ്ടാണ് അവരുടെ ജീവിതം അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും അവരും ഒരുപാട് അകലത്തിലാണ്. ആ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാക്കളും ഒരുപാട് അകലത്തിലാണ് ജീവിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വളർന്നു വരുന്ന തലമുറയോടൊപ്പം സഞ്ചരിക്കാൻ, അവന്റെ ലെവൽ അനുസരിച്ചുകൊണ്ട് സംസാരിക്കാൻ, അവൻ ഉൾക്കൊള്ളാവുന്ന ഭാഷ അനുസരിച്ച് സംസാരിക്കാൻ, അവൻ ഉൾക്കൊള്ളാവുന്ന രീതി അനുസരിച്ച് അവനോട് പെരുമാറാൻ ഇന്നത്തെ സംഘാടകരായ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകും. അവര് നമ്മളെ മുമ്പിൽ പരാജയപ്പെടുകയല്ല, പുതിയ തലമുറക്ക് മുമ്പിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. പുതിയ തലമുറക്ക് മുമ്പിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ പുതിയ തലമുറയെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘാടകനായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇത് ഇന്നത്തെ കാലത്തൊരു ദാഴി എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കപ്പെടേണ്ട, നാം വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടന്നാലും അതിനെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാര്യം പരസ്യമായി ഉന്നയിക്കാനോ പറയാനോ പ്രകടിപ്പിക്കാനോ കഴിയാത്ത വിധം വളരെ പെട്ടെന്ന് എല്ലാത്തിനെയും ഒരു ഇസ്ലാമിക് ഫോബിക് ശൈലിയിൽ സ്വീകരിക്കുന്ന സമീപനം, ഇത് ഇവിടുത്തെ പൊതുസമൂഹത്തെ ആ അർത്ഥത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു. മീഡിയകളെ സ്വാധീനിച്ചിരിക്കുന്നു, പൊതുപ്രവർത്തകരെ സ്വാധീനിച്ചിരിക്കുന്നു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ചിരിക്കുന്നു. എല്ലാവർക്കിടയിലും മുസ്ലിം വിഷയം എന്ന രീതിയിൽ അവതരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും പ്രയാസകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ ഒരു തവണയല്ല എത്രയോ തവണയാണ് വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരണം അദ്ദേഹം നടത്തിയത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് പറയാം ഭരണകൂടം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഭരണകൂടത്തെ ആക്ഷേപിക്കാം, ഭരണകൂടത്തിന് പ്രതിപക്ഷ പാർട്ടികളെ ആക്ഷേപിക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം കടന്ന് ചിന്തിച്ചാൽ അദ്ദേഹം ഉന്നയിച്ച അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ വർഗീയമായ വിഷം ചീറ്റുന്ന അത്തരം സമീപനങ്ങൾക്കെതിരെ ശക്തമായി വിമർശിക്കാനും അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഇവിടെ പൊതുസമൂഹത്തിൽ എത്ര പേരുണ്ടായി? കാരണം എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മറുപടി പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് എന്ന് സമൂഹം എന്നെ മുദ്ര കുത്തും. അതുകൊണ്ട് പൊതുവിഷയങ്ങൾ ഇടപെടുന്ന ആവേശം, പൊതുസമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഇടപെടുന്നതിന്റെ ആവേശം, മുസ്ലിം പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആളുകളില്ല. എന്നാൽ 2 കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലടക്കുന്നു, പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു. അതിന്റെ പേരിൽ മീഡിയകളിൽ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നു. ആ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ സമുന്നതരായ നേതാക്കന്മാരും MP-മാരും ആ 2 കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ജയിലിന്റെ കവാടത്തിൽ പോയി നിൽക്കുകയാണ്. എന്താണ് കാരണം? മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം ഇവിടുത്തെ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്ന രീതിയും മറ്റൊരു ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന് സമാനമായ എത്രയോ കേസുകളിൽ നിരപരാധികളായ മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ? എത്രയോ നിരപരാധികളായ മുസ്ലിങ്ങൾ, ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് വിചാരണ തടവുകാരായി താൻ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയാതെ ഇന്നും ജയിലിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിയുന്നത്. എന്താണ് അവർക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത്? എന്താണ് അവർക്ക് വേണ്ടി ഒരു ജാമ്യ ഹർജിയുമായിട്ട് ആരും പോകാത്തത്? കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ആ പൊതുപ്രവർത്തകൻ മുദ്ര കുത്തപ്പെടും. എന്നാൽ മറ്റു മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അത് മുദ്ര കുത്തപ്പെടുക എന്നതിനേക്കാൾ അപ്പുറം അതിനുവേണ്ടി ഒരു പ്രത്യേകമായ പ്രിവിലേജ് ലഭിക്കുന്നു എന്ന കാരണത്താൽ അതിനുവേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും സമുദായത്തിന്റെ ഇത്തരം വിഷയങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനും പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കാനും ആളുകൾ മുന്നിൽ വരാത്ത ഘട്ടത്തിൽ മാന്യമായ ഭാഷയിൽ നിയമവിധേയമായി നമ്മുടെ സമുദായത്തിന്റെ കാര്യങ്ങൾ പറയാനും അതിന്റെ അഭിപ്രായ പ്രകടനം നടത്താനും നമുക്ക് സാധ്യമാകണം. SKSFന്റെ വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറ, യുവജന വിഭാഗം ശക്തമായി നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് പറയാനും എഴുതാനും പ്രകടിപ്പിക്കാനും സാധിക്കുന്ന അതിനനുസരിച്ചുള്ള
ബുദ്ധിപരമായ പ്രതികരണ ശേഷിയുള്ള ഒരു വിഭാഗമായിട്ട് നമുക്ക് വളരാൻ സാധിക്കണം. അതിന് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം, വിശകലനം ചെയ്യണം. ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേക്ക് വൈകാരികമായ പ്രകടനം നടത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ കൂടി അകറ്റി നിർത്തുന്ന സമീപനമല്ല. അവിടെ കൂടി നമ്മുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പൗരത്വ സമരമൊക്കെ ഉണ്ടായ സമയത്ത് മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന, മുസ്ലിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റിനേക്കാൾ അതിനേക്കാൾ ശക്തമായ ഭാഷയിൽ മറ്റു സഹോദര സമുദായങ്ങളും വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് വരാനുള്ള കാരണം എന്താണ്? അതൊരു മുസ്ലിം പ്രശ്നം എന്നതിനേക്കാൾ അതൊരു ഭരണഘടനാ പ്രശ്നമാണെന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചാലാണ് ഈ രാജ്യത്തെ ഭരണകൂടം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുക എന്ന് ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ ഇടപെടലുകളിൽ ചില സൂക്ഷ്മതക്കുറവുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്കൂൾ സമയമാറ്റം 15 മിനിറ്റാണ്. ആ 15 മിനിറ്റിന്റെ പ്രയാസം പോലും ഇവിടുത്തെ ഒരു രക്ഷിതാവിന്റെ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നിടത്ത് അതിന് പകരം നമ്മളൊരു മദ്രസയുടെ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു. മദ്രസയുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കലാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. ഇത് മദ്രസയുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കലാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ആ പ്രശ്നം ഇവിടുത്തെ സർക്കാർ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴേക്ക് ഇതാ സർക്കാർ മദ്രസകൾക്ക് കീഴടങ്ങി, സർക്കാർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി, സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന് ഇവിടുത്തെ വർഗീയമായ പ്രചാരണം നടത്തുന്നവർക്ക്, വിദ്വേഷ പ്രചാരകർക്ക് അവസരം കൊടുക്കുന്ന സമീപനം ഉണ്ടാകും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നാം ഇന്നത്തെ സമകാലികമായ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന ഒരു സമീപന രീതി കൈക്കൊള്ളാത്ത വിധം നാം പൊതുസമൂഹത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷകരമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലും ഇതേ പ്രകാരമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചന്തയാണ്, ഒരു പൊതു മാർക്കറ്റാണ്. ആർക്കും അവിടെ കയറി വരാം, ഏത് സമയത്തും കയറി വരാം. അതിന് സ്ഥലകാല ബോധമില്ല, പ്രായപരിധിയില്ല, ലിംഗവ്യത്യാസമില്ല, സഭ്യതയില്ല, ഭാഷയില്ല, ഒന്നുമില്ല, ഒരതിർവരമ്പുകളുമില്ല. ആർക്കും എന്തും കയറി തെറി വിളിക്കാം, എന്നാൽ മാന്യമായ ഭാഷയിൽ പറയുകയും ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം സാമൂഹ്യ മാധ്യമങ്ങളുടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഇടപെടുമ്പോൾ ആ ഇടപെടുന്നിടത്തും നമ്മുടേതായ ഒരു സംസ്കാരം, നമ്മുടേതായ ഒരു ഭാഷാ ശൈലി, നമ്മുടേതായിട്ടുള്ള അവതരണ രീതി, ഇത് എൻ്റെ സംഘടനാ പ്രവർത്തകൻ മാത്രമല്ല വായിക്കുന്നത്, എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല വായിക്കുന്നത്, എൻ്റെ ശത്രുവും മിത്രവും ഒരുപോലെ വായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർക്ക് കൂടി ഉൾക്കൊള്ളാവുന്ന ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ലിറ്ററസി നമ്മൾ കൈവരിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, നാം സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഈ കാലഘട്ടത്തിന്റെ ചുറ്റുപാടുകൾ, ഇവിടുത്തെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമകാലികമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാനൊരു സംഘാടകനായി പ്രവർത്തിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്, എഴുതേണ്ടത്, ഇടപെടേണ്ടത് എന്ന കൃത്യമായ ബോധത്തോടുകൂടി, വിവേകത്തോടുകൂടി, സൂക്ഷ്മതയോടുകൂടി പ്രതികരിക്കാൻ സാധിച്ചാൽ സമൂഹത്തിൽ നമുക്ക് അംഗീകാരമുണ്ടാകും, സ്വീകാര്യതയുണ്ടാകും. പുതിയ തലമുറ നമ്മളെ സ്വീകരിക്കും, പുതിയ തലമുറ നമ്മളെ മാതൃകയാക്കും. പുതിയ തലമുറയെ നമ്മുടെ കൂടെ പിടിച്ചേർത്ത് വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മാതൃകായോഗ്യമായ സംഘടനാ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കാതെ വരുന്ന സംഘടനകളാണ് ഇന്നത്തെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിനോദങ്ങൾ എന്താണ്? നമ്മളും ആ വിനോദത്തിലേക്ക് കയറി ചെല്ലുക. അവൻ ഇഷ്ടപ്പെടുന്ന പാട്ട് എന്താണ്? ആ പാട്ടിലേക്ക് നമ്മളും കയറി ചെല്ലുക. അവൻ ഇഷ്ടപ്പെടുന്ന ഡാൻസ് എന്താണ്? ആ ഡാൻസിലേക്ക് നമ്മളും കയറി ചെല്ലുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സാംസ്കാരികമായ ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും മാന്യതയെക്കുറിച്ചുമൊക്കെ അവൻ ഉൾക്കൊള്ളാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ അവനെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനും മാതൃകായോഗ്യമായ പ്രവർത്തനം നടത്താനും നമുക്ക് സാധിക്കുമ്പോഴാണ് പുതിയ തലമുറയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലലല്ല, പുതിയ തലമുറയെ നമ്മുടെ സംസ്കാരത്തിലേക്ക്, നമ്മുടെ സംഘാടനത്തിലേക്ക്, നമ്മുടെ ആദർശനത്തിലേക്ക്
ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ കർമ്മശേഷി കൂടി നാളെ സമുദായത്തിനും ദീനിനുമൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ 100-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 100 വർഷക്കാലവും അത് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വിഭാവന ചെയ്ത വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശം, ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ അതിൽ അടിയുറച്ചുകൊണ്ട് ഈ 1 നൂറ്റാണ്ട് കാലം അതിഗംഭീരമായി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്ന വലിയ അഭിമാനബോധത്തോടു കൂടിയാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മറ്റു ഏത് മതസംഘടന എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ഏത് മതസംഘടനകൾ എന്ന് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, അവർക്കെല്ലാം നിലനിൽപ്പിന് വേണ്ടി സംഘടനാപരമായ ലാഭത്തിനു വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു. ആദർശപരമായ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. ഈ വിട്ടുവീഴ്ചകൾ ചെയ്തതിൻ്റെ തിക്തഫലമാണ് പലപ്പോഴും സമുദായവുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. ഒരു മതസംഘടന എന്ന രീതിയിൽ അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടത്. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അത്തരമൊരവസ്ഥ ഈ നിമിഷം വരെ വന്നിട്ടില്ല. നമ്മൾ എത്ര സങ്കുചിത കാഴ്ചപ്പാടുകാർ എന്ന് വിളിച്ചാലും, നമ്മൾ എത്ര പഴഞ്ചന്മാരെന്ന് വിളിച്ചാലും, നമ്മൾ എത്ര അപരിഷ്കൃതരെന്ന് വിളിച്ചാലും, എന്തെല്ലാം ചീത്ത വിളിച്ചാലും, ഇന്നും മുസ്ലിം സമുദായത്തെ പൊതുവായി കാണുന്ന, പൊതുവായി വിശകലനം ചെയ്യുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട സാമൂഹ്യ നിരീക്ഷകന്മാർ പോലും പറയുന്നത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ജീവിച്ചു കാണിച്ചു കൊടുക്കാനും ലോകത്തെ സൂഫി മുസ്ലിങ്ങൾക്ക് സാധിക്കൂ. അവരുടെ ഭാഷ അങ്ങനെയാണ്. അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു, സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചേർത്ത് വെക്കുന്നു. എന്നാൽ ഇവിടെ വർഗീയതക്കെതിരെ, സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനെതിരെ, വിഭാഗീയതക്കെതിരെ, ഇത്തരത്തിലുള്ള തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാം ശക്തമായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം അതിലൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അത് ലോകത്തെ സൂഫി മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം പിൻപറ്റുന്നവരാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പിൻപറ്റുന്നവരാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മുസ്ലിം മുഖ്യധാരയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ടാണ് സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഇല്ലാത്ത ലോകത്തേത് രാജ്യങ്ങളിലും സമസ്തയുടെ മദ്രസ പാഠ്യപദ്ധതി ആ നാട്ടിലെ തദ്ദേശീയമായ ഭാഷയിൽ പഠിക്കാൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മദ്രസകൾ ആരംഭിച്ചപ്പോൾ 2 വർഷം കൊണ്ട് ലോകത്തെ 31 രാജ്യങ്ങളിലാണ് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഇ ലേണിംഗ് മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ആ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ മലയാളികളല്ല. അവരിൽ പലരും ഇന്ത്യക്കാർ പോലുമല്ല, ജീവിതത്തിൽ ഇന്ത്യ സന്ദർശിക്കുക പോലും ചെയ്യാത്തവരാണ്. പക്ഷേ ലോകത്ത് ഈ മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസം നിരീക്ഷിക്കപ്പെടുന്നവർക്കിടയിൽ പൊതുവെ അവർക്കിടയിലുള്ള ഒരു ധാരണയും വിശ്വാസവും ഉണ്ട്. മതപഠനം ഏറ്റവും വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശം അത് ഇന്ത്യയിലെ കേരളമാണ്. കേരള മോഡൽ മതപഠനമാണ് ഏറ്റവും ഫലപ്രദമെന്ന അവരുടെ കൂടി തിരിച്ചറിവാണ് ലോകത്തെ 31 രാജ്യങ്ങളിൽ 2 വർഷം കൊണ്ട് ഒരു ശൃംഖലയായിട്ട് വ്യാപിപ്പിക്കാൻ നമ്മുടെ ഇ ലേണിംഗ് മദ്രസക്ക് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി, എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഉണ്ടായാലും വളരെ അഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും പറയാൻ സാധിക്കും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷക്കാലം സ്വീകരിച്ച അതിൻ്റെ വിദ്യാഭ്യാസ സമീപനങ്ങൾ, അതിൻ്റെ ആദർശപരമായ കാഴ്ചപ്പാടുകൾ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും അവതരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണകൾ, ഇതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ മനോഹരമായി ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴികളിലൂടെ നമ്മുടെ പുതിയ തലമുറയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ആ ദൗത്യം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സംഘടനാ തലത്തിൽ
നമ്മുടെ ആദർശപരമായ കാഴ്ചപ്പാടുകൾ, സംഘടനാപരമായ ബോധം, നമ്മുടെ സംഘടനയുടെ അസ്തിത്വം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഏത് ആത്മാർത്ഥതയുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടാകുന്ന സ്വാഭാവികമായ ആ ആഗ്രഹാഭിലാഷങ്ങളെ അതിനെ വിവാദമാക്കി, അതിനെ വികലമായി ചിത്രീകരിച്ച്, നേരത്തെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തൊരു മുദ്ര ചാർത്തപ്പെട്ടാലും, എന്ത് ചാപ്പ് കുത്തിപ്പെട്ടാലും നമ്മൾ തിരിച്ചറിയേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംഘടിത സ്വഭാവമായിട്ട് ഇനിയുള്ള കാലത്തും നമുക്ക് മുന്നോട്ട് പോകണം. ഇന്ന് നമ്മൾ അതിന്റെ സംഘടനാ പ്രവർത്തകരാണെങ്കിൽ ആ ദൗത്യം നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമുക്കാണ്. നമ്മുടെ കാലത്ത് നമ്മളാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് നമുക്ക് വീഴ്ച പറ്റിയാൽ അത് ബാധിക്കുക അടുത്ത തലമുറയാണ്. ഇന്ന് നമുക്ക് വീഴ്ച പറ്റിയാൽ അത് ബാധിക്കുന്നത് അടുത്ത തലമുറയാണ്. അതുകൊണ്ട് അടുത്ത തലമുറയോടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന അതിന്റെ സംഘടനാപരവും നയപരവും ആദർശപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിൽ അടിയുറപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനത്തിൽ സാധ്യമാകുന്ന വിധം നമുക്ക് ഇടപെടാൻ സാധിക്കണം. മദ്രസ സംവിധാനത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. നാട്ടിലെ SKSF പ്രവർത്തകന്മാരാണെങ്കിൽ പോലും സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ നടക്കുന്നുണ്ടോ ആ പ്രാദേശിക തലങ്ങളിലുള്ള സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളിലും അത് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ SKSF പ്രവർത്തകന്മാർക്ക് ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കാലത്തായി സമസ്തയുടെ പല പോഷക ഘടകങ്ങളുമൊക്കെ കയ്യേറ്റം ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ സംഘടനാ സംവിധാനവും കയ്യേറ്റം ചെയ്യപ്പെടുകയോ ദുർബലമാക്കപ്പെടുകയോ നമ്മുടെ വ്യക്തിത്വം പോലും നശിപ്പിക്കപ്പെടുന്ന വളരെ ഭയാനകരമായ സാഹചര്യം ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം വിഷയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രാദേശിക തലങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മഹല്ല് സംവിധാനത്തെ, മദ്രസ സംവിധാനത്തെ, സ്ഥാപനങ്ങളെ, നമ്മുടെ മഹല്ല് തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളെ, നമ്മുടെ സംഘടനാ പ്രവർത്തകരെ, തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കുള്ള സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിരന്തരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഈ ധ്വനി എന്ന ഈ ഡെലിഗേറ്റ്സ് കോൺഫറൻസ് അതിന് നിമിത്തമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.